ഹലോ, വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കർ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെപ്പോഴും ഹോം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വാർഡ്രോബ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ, ഓർഗനൈസ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ വാർഡ്രോബ് എപ്പോഴും ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എപ്പോഴും കുട്ടികൾ നമ്മുടെ ആബ്സെൻസിൽ, അതായത് നമ്മൾ പുറത്തു പോയാലോ നമ്മുടെ ആബ്സെൻസിൽ അവർക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ ഹെൽപ്ഫുള്ളായ രീതിയിൽ വേണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അവരുടെ തിങ്സ് എല്ലാം അടുക്കി വയ്ക്കാൻ. കൂടാതെ അവരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. കൂടാതെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് എല്ലാം കാണും. അപ്പം നമ്മുടെ ആബ്സെൻസിലായാലും ഗ്രാൻഡ് പാരൻസിൻ്റെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് അവരുടെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും കിഡ്സിൻ്റെ വാർഡ്രോബ് ഡെക്കറേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ വാർഡ്രോബ് എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം എന്നായാലോ? കുട്ടികളുടെ ഡ്രസ്സിങ് ടേബിളിൽ നമ്മൾ സാധനങ്ങളെല്ലാം ഓർഗനൈസ് വയ്ക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൈ എത്താവുന്ന രീതിയിൽ വേണം ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാൻ. ആവശ്യത്തിനുള്ള ഷൂസ് കുറച്ച് ഞാൻ ഡ്രസ്സിങ് ടേബിളിന് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ഡെയിലി എടുക്കുന്ന കുറച്ച് ഐറ്റംസും ഞാൻ ടോപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബിന്ദീസാണ്. അപ്പം ഡെയിലി അവർ കളർഫുൾ ബിന്ദീസ് ഒന്നും ഉപയോഗിക്കാതെ നോർമൽ ബിന്ദീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ പാകത്തിന് തന്നെ ഞാൻ ഡ്രസ്സിങ് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് കുറച്ച് മാലകളുണ്ട്. മുത്തുമാലകളാണ്. ഇത് ആക്ച്വലി സ്കൂളിൽ ഉപയോഗിക്കാറില്ല, അല്ലാത്തപ്പോഴൊക്കെ ഇടാറുണ്ട്. പിന്നെ കുറച്ച് ബാംഗിൾസ്, അപ്പോൾ അത് പ്രത്യേകം അവർക്ക് എടുക്കാൻ പാകത്തിന് വേറെ കുറച്ച് എക്സ്ട്രാ ബാംഗിൾസുകളുണ്ട്. അത് ഡ്രസ്സിനോടൊപ്പം മാച്ച് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കും. ഇത് ഞാൻ ചുമ്മാതെ അവർ വല്ലപ്പോഴൊക്കെ ജസ്റ്റൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇടുന്ന സിമ്പിൾ ബാംഗിൾസുകളാണിത്. നെക്സ്റ്റ് നമ്മുടെ വാർഡ്രോബിന് താഴെ തന്നെ കുറച്ച് അത്യാവശ്യം ഷൂസ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഷൂസ്, അല്ലാതെ ബാക്കി സാൻഡൽസും ബാക്കി ചെരുപ്പവും എല്ലാം താഴെ നമ്മൾ ഷൂ റാക്കിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കുറച്ച് ഷൂസ് മാത്രം പെട്ടെന്ന് മക്കൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ എടുത്ത് എളുപ്പത്തിനുണ്ട് ഇവിടെ വച്ചേക്കും. എൻ്റെ സോക്സും എല്ലാം തൊട്ടടുത്ത കബോർഡിൽ തന്നെ ഉണ്ട്. ഇത് അവരുടെ ഡ്രസ്സിങ് ടേബിളിൽ ഒരു കബോർഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ അയൺ ബോക്സ് എല്ലാം ഇവിടെ തന്നെയാണ് വച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ സ്കൂൾ യൂണിഫോമൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി. പിന്നെ ഹെർബോളിൻ, പിന്നെ മക്കളുടെ വാച്ചൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അവരുടെ ബോഡി ലോഷനും ഫേസ് ക്രീം, സൺസ്ക്രീം, കളർഫുൾ പൊട്ടുകൾ, പിന്നെ കാജൽ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നെയിൽ കട്ടർ, അവർ കോംസുകൾ, അതെല്ലാം അവർക്ക് എടുക്കാൻ പാകത്തിന് തന്നെ ഞാനൊരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ക്രീമൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എന്നും എടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം വയ്ക്കുന്നത്. പിന്നെ കുറച്ച് നെയിൽ പോളിഷുകളുണ്ട്. സ്കൂളിൽ പോകുമ്പം നെയിൽ പോളിഷൊന്നും ഇടാറില്ല, എന്നാലും അല്ലാത്ത ഹോളിഡേയ്സിലൊക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ട് അത് സ്കൂൾ ഡേയ്സ് ആകുമ്പോൾ ഒക്കെ തുടച്ച് കളയാറുണ്ട്. അപ്പോൾ അതുമൊക്കെ കുറച്ച് നെയിൽ പോളിഷൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് മെഡിസിൻസാണ്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കഫ് സിറപ്പ്, ഐ ഡ്രോപ്സ്, പിന്നെ ടൈഗർ ബാം, വിക്സ്, പിന്നെ അവർ ക്യാപ്സൂൾ, പനിയുടെ ഉള്ള ക്യാപ്സൂളുകൾ. പിന്നെ നമ്മൾ പനി അഥവാ വന്നാലും വെള്ളം നനച്ച് തുണിയിൽ ഉണ്ടല്ലോ, അത് നെറ്റിയിൽ വയ്ക്കാം. പിന്നെ ഓക്സോമീറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ മൂക്കിൽ വലിക്കുന്ന വിക്സിൻ്റെ ഇത്, പിന്നെ നമ്മുടെ തെർമോ, ഇതെല്ലാം ഞാൻ അവർക്ക് എടുക്കാൻ പാകത്തിന് ഒരു ബോക്സ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് എടുക്കാനും എളുപ്പമാണ്. മക്കൾക്കായാലും അതെല്ലാം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സാധാരണ യൂണിഫോം എല്ലാം കുറേശ്ശെ അയൺ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം അയൺ ചെയ്യുന്നത് ബെഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം എനിക്ക് അയൺ ടേബിളൊന്നുമില്ല. താഴത്തെ റൂമിലാണെങ്കിൽ ഒരു ടേബിൾ നമ്മൾ പ്രത്യേകം ഉണ്ട്. പക്ഷേ മുകളിലത്തെ റൂമിൽ ബെഡ്റൂമിൽ ബെഡ് മാത്രമേ ഉള്ളൂ. ബെഡിലിട്ടാണ് ഞാൻ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വയ്ക്കുന്നത്. അപ്പം ഒരാഴ്ചത്തെ ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ അയൺ ചെയ്ത് വയ്ക്കും. അയൺ ചെയ്ത് വെച്ചിട്ട് വാർഡ്രോബിൽ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പം മക്കൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം ഡെയിലി നമ്മൾ ചില ദിവസങ്ങളിലൊന്നും നമുക്ക് രാവിലെ എണീച്ച് അയൺ ചെയ്യാനുള്ളൊന്നും ടൈമൊന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ടൈമുള്ളതനുസരിച്ച് കുറേശ്ശെ യൂണിഫോംസൊക്കെ അയൺ ചെയ്ത് മാറ്റി വയ്ക്കും. രണ്ടുപേർക്കും പ്രത്യേകം സെയിം യൂണിഫോമാണ്, കണ്ടാൽ ഒരുപോലെ ഇരിക്കും, എന്നാൽ സൈസ് ഡിഫറെൻ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം അയൺ ചെയ്ത് മാറ്റി വയ്ക്കാറുണ്ട്. സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ എനിക്ക് ടൈം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസവും മക്കൾ തന്നെയാണ് റെഡി ആവുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഞാനൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടൈമുള്ള ദിവസം ഞാൻ ഒരു ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പം അവരും ഏകദേശം 5 മണിക്ക് എണീച്ചില്ലെങ്കിൽ ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് അവരും എണീക്കും. അപ്പോൾ അവരെ ജോലികളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ആ ഒരു ചെറിയ പണികളൊക്കെ അങ്ങ് മാറിക്കിട്ടും. അവർക്ക് പിന്നെ പെട്ടെന്ന് റെഡി ആവാൻ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം കുറച്ചൊക്കെ അയൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് രാവിലെ അവർക്ക് റെഡി ആകാനൊക്കെ സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ ടിഫിനും എല്ലാം എടുത്ത് വെച്ച് സ്മൂത്തായിട്ട് റെഡി ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളും പറ്റുമെങ്കിൽ കുറേശ്ശെയൊക്കെ അയൺ ചെയ്യും. സാധാരണ വലിയ കുട്ടികളാണെങ്കിൽ സ്വയമേ അയൺ ചെയ്തോളും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. മോള് തന്നെയാണ് റെഡിയൊക്കെ ആവുന്നത്. എന്നാലും പെട്ടെന്ന് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ലേറ്റായി പോയാൽ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിന്നിയിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാകുമ്പം അത്രയും ജോലി അവർക്കും കഴിയും. ബാക്കി ടിഫിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിയുമ്പോൾ അവരുടെ ജോലിയെല്ലാം സെറ്റായിക്കോളും. ബാക്കി ഒക്കെ അവർ നോക്കിക്കോളും. മൂത്ത മോൾ കൂടെ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ഹെൽപ്പ് ചെയ്ത് പരസ്പരം രണ്ടും കൂടെ ഒരുമിച്ചെല്ലാം ചെയ്തോളും. ബാക്കി ഞാൻ ഇങ്ങനെ ഡ്രസ്സ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പം ആക്ച്വലി ഡ്രസ്സ് വയ്ക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഹാങ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതായത് പാർട്ടി വെയർ, ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഞാനിങ്ങനെ ഹാങ് ചെയ്യാൻ ചെയ്ത് മടക്കിയൊന്നും വെക്കാറില്ല. അപ്പം നിങ്ങൾ വാർഡ്രോബ് കണ്ടപ്പോൾ സമയത്ത് എല്ലാം ഒരുപോലത്തെ ഡ്രസ്സ് പോലെയൊക്കെ തോന്നി. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. മക്കൾക്ക് പാർട്ടി വെയറൊക്കെ എടുക്കുമ്പം ഏകദേശം ഒരുപോലുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കും. റൈറ്റ് സൈഡ് മൂത്ത മോളുടെയും ലെഫ്റ്റ് സൈഡ് ഇളയ മോളുടെയും ഡ്രസ്സുകളാണ് ഞാൻ അടുക്കി അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം ഡ്രസ്സ് തന്നെ അപ്പുറത്തെ പേരും കിടപ്പുണ്ട്. അത് സൈസ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. 2-3 പേരുകൾ അങ്ങനെ ഉണ്ട്. അതും അതേ സെയിം ഡിസൈൻ, കളർ പോലും വ്യത്യാസമില്ല, സെയിം ഡിസൈനാണ്. നെക്സ്റ്റ് ഇതേ സെയിം, ഇത് പിന്നെ ഒരു കളർ വ്യത്യാസമുണ്ട്, ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ലോട്ടസ് പിങ്ക്, അതേ സെയിം ഡ്രസ്സ് മൂത്താക്കുമുണ്ട് ഇളയാക്കുമുണ്ട്. ട്രഡീഷണൽ ഡ്രസ്സായി പട്ടുപാവടയും ഉണ്ട്. ചില ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നു, ചില ഡ്രസ്സൊക്കെ ഞാൻ രണ്ടുപേർക്കും ഒരുപോലെയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഞാൻ ഹാങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ കബോർഡിൽ തന്നെ മക്കളുടെ നെബുലൈസർ സ്റ്റീം ചെയ്യുന്ന അതെല്ലാം ഞാൻ എടുക്കാൻ പാകത്തിനുണ്ട്. അതിൻ്റെ നെബുലൈസറിൻ്റെ മരുന്നുമൊക്കെ ഞാൻ അതിൻ്റെ പുറകിൽ തന്നെ ഒരു പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആൽബം, പിന്നെ നൂലുകെട്ടിൻ്റെ ആൽബം എല്ലാം ഇവിടെ തന്നെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ തന്നെ. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ മക്കളുടെ അവരുടെ അലമാരി അവരുടെ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് കബോർഡെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി അവരെ യൂണിഫോം തൊട്ട് താഴത്തെ ഡ്രോയറിലാണ് വെച്ചേക്കുന്നത്. രണ്ടുപേർക്കും സെയിം യൂണിഫോമാണ്, ഷർട്ടും പാൻറ്റും, അതിൻ്റെ മുകളിലൊരു കോട്ടും. പിന്നെ ഇത് അവരുടെ ഹൗസ് യൂണിഫോമാണ്, ബ്ലൂവും യെല്ലോയും. പിന്നെ യോഗ ഡ്രസ്സും ഇരിപ്പുണ്ട്. അതും ഓരോ ദിവസം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ട്രാക്ക് പാൻറ്റും ഉണ്ട്. ഇത് മോളുടെ ജേഴ്സിയാണ്. അപ്പോൾ സ്കൂളിൻ്റെ എംബ്ലമൊക്കെ ഉള്ള ജേഴ്സിയാണ് ഇട്ടുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ജേഴ്സി ഇല്ല, സ്പോർട്സ് ഡേയുടെ അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് താഴത്തെ ഡ്രോയറിൽ നമ്മൾ ട്രാവലിംഗ് പർപ്പസിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ജാക്കറ്റുകളും വുള്ളൻ ഡ്രസ്സസൊക്കെയാണ്. പിന്നെ അവരെ ക്യാപ്പുകളും പിന്നെ ഇത് നോർമൽ ക്യാപ്സുകളാണ്. പിന്നെ അപ്പുറത്തുള്ളത് നമ്മൾ 3-4 പോകുമ്പോൾ തണുപ്പടിക്കുമായിരിക്കും, സൺഗ്ലാസസ്, തണുപ്പടിക്കുമായിരിക്കുള്ള ക്യാപ്സും മഫ്ലേഴ്സും ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ അപ്പം മക്കൾക്ക് എടുക്കാൻ ഗ്ലൗസും എല്ലാം ഉണ്ട്. അതെല്ലാം ഇവിടെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം ആ വാർഡ്രോബിൽ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കായാലും എൻ്റെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് എല്ലാം എടുത്ത് പാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സെറ്റായി. നെക്സ്റ്റ് സൈഡിൽ തന്നെ ഏറ്റവും മുകളിൽ കുറച്ച് ടോയ്സ് ഉണ്ട്. അവരുടെ ചെസ് ബോർഡ്, അങ്ങനെ കുറച്ച് പാറ്റേൺസിൻ്റെ കുറച്ച് ഇതും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ തന്നെയാണ് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഡ്രോയറിൽ 2 സൈഡിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഞാൻ അടുപ്പിക്കുന്നത്. ജീൻസ് ഐറ്റംസ് ആണ്. റൈറ്റ് സൈഡിൽ മൂത്ത മോളുടെ ജീൻസും അതിൻ്റെ ക്രോപ്പ് ടോപ്സും, രണ്ടാമത്തെ സൈഡിൽ ഇളയ മോളുടെ ജീൻസും ടോപ്സും. നെക്സ്റ്റ് സ്കേർട്ട് ആൻഡ് ബ്ലൗസസ് ആണ്. നെക്സ്റ്റ് ഫ്രോക്ക്, ഇത് മൂത്ത ആളുടേത്, നെക്സ്റ്റ് ഇളയ ആളുടേത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവിടെ അപ്പം ഷെൽഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ബെഡ് സെറ്റിൻ്റെ സൈഡിലുള്ള ടേബിളാണ്. ഇവിടെയാണ് അണ്ടർ ഗാർമെൻറ്റ്സും എല്ലാം ഞാൻ ബോക്സിലാക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് കുട്ടികളുടെ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും വാർഡ്രോബ്സുകൾ സെറ്റ് ചെയ്യാം.
പ്രത്യേകം ബോക്സസിലാക്കി പല കളറിൽ പിന്നെ പ്ലാസ്റ്റിക്കിൽ ബോക്സുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക് ക്ലോത്ത് ടൈപ്പ് അങ്ങനെയുള്ള ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് അടുക്കി വയ്ക്കാം. ഓൾറെഡി ഇത് മക്കളുടെ റൂമായതുകൊണ്ട് അവർക്ക് വേണ്ടി ഉള്ള വാർഡ്രോബാണ്. അപ്പോൾ അതിന് പ്രത്യേകം ഷെൽഫുകൾ എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം വേറെ ബാസ്ക്കറ്റോ ഒന്നും വച്ചിട്ടില്ല. അപ്പം മാക്സിമം ഞാൻ നല്ല അത്യാവശ്യം അടുക്കിയ രീതിയിലാണ് വയ്ക്കുന്നത്. അവർ തന്നെയാണ് എല്ലാം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവർ തന്നെ മക്കൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളെ ഡ്രസ്സസൊക്കെ ഓർഗനൈസ് ചെയ്താണ് വയ്ക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.